സോഷ്യൽ മീഡിയയിലൂടെ ഒരു വീഡിയോ കാണാൻ സാധിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾ ഒത്തുകൂടിയ അറഫ മൈതാനം, അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന തൽബിയത്ത്, അതിനു മുകളിൽ ആകാശത്ത് നൂറുകണക്കിന് വരുന്ന പക്ഷികൾ വരിവരിയായി വന്ന് അറബിയിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് എഴുതുന്ന രീതിയിൽ പറന്നു പോകുന്ന ഒരു വീഡിയോ ആണിത്. ആ വീഡിയോയ്ക്ക് താഴെ വന്നുകൊണ്ട് ചില ആളുകൾ, അതും വിശ്വാസികളാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, അൽഹംദുലില്ലാ, മാഷാ അല്ലാ എന്നിങ്ങനെ കമൻറ്റുകൾ രേഖപ്പെടുത്തുകയാണ്. അത് വലിയ ഒരു അത്ഭുതമായി കണ്ടുകൊണ്ട് അവർ അത് കണ്ണും പൂട്ടി ഷെയർ ചെയ്യുകയാണ്. എന്നാൽ അത് 100% വ്യാജമായ ഒരു വീഡിയോ ആണ്. ഇങ്ങനെ ഒരു സംഭവം യഥാർത്ഥത്തിൽ നടന്നിട്ടില്ല. മറിച്ച് കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച്, അഥവാ ഇന്നത്തെ AI ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചെടുത്ത ഒരു വീഡിയോ മാത്രമാണത്. അറഫ മൈതാനത്ത് ഹജ്ജ് തീർത്ഥാടകർ നിൽക്കുന്ന ഒരു യഥാർത്ഥ ദൃശ്യത്തിന് മുകളിൽ ഡിജിറ്റലായി നിർമ്മിച്ചെടുത്ത പക്ഷികളുടെ ഒരു കൂട്ടത്തെ അത് എഡിറ്റ് ചെയ്ത് ചേർത്തതാണ് ഈ ഒരു വീഡിയോ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ പക്ഷികൾ ആകാശത്ത് വന്ന് അള്ളാഹുവിൻ്റെ നാമം എഴുതിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതോടൊപ്പം ഞാൻ കണ്ട മറ്റൊരു പോസ്റ്റാണ് ഇറാനിൽ കൊല്ലപ്പെട്ട പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പോസ്റ്റ്. ആ ഒരു പോസ്റ്റ് ധാരാളം പേർ സമൂഹ മാധ്യമങ്ങളിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ ആ ഒരു പോസ്റ്റ് വായിക്കാം. വളരെ സവിശേഷമായ വാർത്ത. രക്തസാക്ഷിയായ പരമോന്നത നേതാവ് അലി ഖമേനിയുടെ സ്വത്ത് വിവരങ്ങളുടെ പട്ടിക ഇറാൻ സർക്കാർ പുറത്തുവിട്ടു. അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു ചെറിയ പിക്കപ്പ് വാനിൻ്റെ പിന്നിൽ കൊള്ളുന്നത്ര മാത്രമാണ്. റിയൽ എസ്റ്റേറ്റുകളോ ബാങ്ക് അക്കൗണ്ടുകളോ കൊട്ടാരങ്ങളോ കമ്പനികളോ രഹസ്യ സമ്പാദ്യങ്ങളോ അദ്ദേഹത്തിനില്ല. 47 വർഷക്കാലം വിപ്ലവത്തിൻ്റെ നേതാവായി ഇറാനെ നയിച്ച വിപ്ലവത്തിൽ പ്രതിരോധ മന്ത്രിയായി വർഷങ്ങൾ, പ്രസിഡന്റായി വർഷങ്ങൾ, കൂടാതെ എണ്ണയും വാതകവും വ്യവസായം കൊണ്ട് സമ്പന്നമായ ഇറാൻ്റെ പരമോന്നത നേതാവായി ഏകദേശം 40 വർഷങ്ങൾ. ഈ പ്രദേശത്തെ തൻ്റെ പദ്ധതികളെ അപമാനിച്ച, ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയെ പരാജയപ്പെടുത്തിയ ഒരു രാജ്യത്തിൻ്റെ നേതാവായിട്ടും കോടിക്കണക്കിന് ആളുകൾ പിന്തുടരുന്ന ശരീഅത്ത് പ്രകാരമുള്ള കോടിക്കണക്കിന് അവകാശങ്ങൾ തനിക്ക് ലഭിച്ചിട്ടും ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ അമേരിക്കൻ മിസൈലുകളാലും ദാരിദ്ര്യത്താലും തകർക്കപ്പെട്ട പഴയ വീട്ടുപകരണങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ളത്. സൂക്ഷ്മതയുള്ളവർ, അതായത് മുത്തക്കിങ്ങൾ ഇങ്ങനെയാണ്: ജനങ്ങളുടെ പണം മോഷ്ടിച്ചുകൊണ്ടല്ല, കുടുംബ സാമ്രാജ്യങ്ങൾ സ്ഥാപിച്ചുകൊണ്ടല്ല, കോടിക്കണക്കിന് പണം വിദേശത്തേക്ക് കടത്തിക്കൊണ്ടുമല്ല, മറിച്ച് ഭൗതിക വിരക്തിയോടും സത്യസന്ധതയോടും കൂടി അവസാന ദിവസം വരെ ജനങ്ങളെ സേവിച്ചുകൊണ്ട്. ഈ ചിത്രം അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തിന് മിനിറ്റുകൾക്ക് മുമ്പുള്ളതാണ്. ഇതാണ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യപ്പെടുന്ന ആ ഒരു പോസ്റ്റ്. നോക്കൂ, യാതൊരുവിധ ആധികാരികതയും ഇല്ലാത്ത ഒരു വ്യാജ പോസ്റ്റാണിത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്ത ഒന്നും തന്നെ നമുക്കെവിടെയും കാണാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം വാർത്തകൾ വരുന്ന സമയത്ത് സ്വാഭാവികമെന്നോണം അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷെ അവർ പോലും ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇത് ഞാൻ പരിശോധിച്ച സമയത്ത് ഇത് ഏതോ ഒരാൾ ഫേസ്ബുക്കിൽ ഇംഗ്ലീഷിൽ ആരോ പടച്ചുവിട്ട ഒരു കുറിപ്പ് അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതായിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ചില ആളുകളൊക്കെ ഇത്തരം പോസ്റ്റുകൾക്ക് താഴെ വന്നുകൊണ്ട് അതിനെ പിന്തുണച്ചുകൊണ്ട് കമൻ്റ് ഇടുന്നതായി കാണാൻ സാധിച്ചു. നോക്കൂ, ഞാൻ മുകളിൽ പറഞ്ഞ ആ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇസ്ലാം ഇത്തരം വ്യാജ അത്ഭുതങ്ങളെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഇസ്ലാം എന്നത് യുക്തിയിലും ചിന്തയിലും അധിഷ്ഠിതമായ ഒരു മതമാണ്. അള്ളാഹുവിൻ്റെ അസ്തിത്വം തെളിയിക്കാൻ ഇത്തരം കമ്പ്യൂട്ടർ എഡിറ്റിംഗ് അത്ഭുതങ്ങളുടെ യാതൊരുവിധ ആവശ്യവുമില്ല. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പും ഭൂമിയും ആകാശവും നമ്മൾ ശ്വസിക്കുന്ന വായുവുമൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ വലിയ അത്ഭുതങ്ങളാണ്. അതിനു മുകളിൽ പക്ഷികളെ കൊണ്ട് പേരെഴുതിച്ച് കാണിക്കേണ്ട കാര്യം പടച്ച റബ്ബായ സൃഷ്ടാവിനില്ല. അറഫാ ദിനവും ഹജ്ജും ഒക്കെ പവിത്രമായ കാര്യങ്ങളാണ്. അവിടെ ലക്ഷക്കണക്കിന് മനുഷ്യർ ഒരേ വസ്ത്രം ധരിച്ച് ഒരേ മനസ്സോടുകൂടി പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതം. അതിന് ഭംഗി കൂട്ടാൻ ഇത്തരം വ്യാജ വീഡിയോകൾ അല്ലെങ്കിൽ ഇത്തരം ഗ്രാഫിക്സ് വീഡിയോകളുടെ യാതൊരുവിധ ആവശ്യവുമില്ല. ഒന്നുകിൽ ഇത്തരം വ്യാജ വീഡിയോകൾ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ മുസ്ലിമീങ്ങളായ ആളുകൾ തന്നെ ഒരുപക്ഷെ ഇത് പ്രചരിപ്പിക്കുന്നതായിരിക്കാം. അതല്ലെങ്കിൽ മുസ്ലിം ഫേക്ക് ഐഡികളിൽ വന്നുകൊണ്ട് ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് മുമ്പിൽ കളിയാക്കാൻ അല്ലെങ്കിൽ പരിഹസിക്കാൻ വേണ്ടി മനഃപൂർവ്വം മറ്റാരെങ്കിലും ചെയ്യുന്നതുമാകാം. എന്തായിരുന്നാലും ഇത്തരം വീഡിയോകൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ജീവിക്കുന്നത് 2026-ലാണ്. സാങ്കേതിക വിദ്യ അതിൻ്റെ അത്യുന്നതിയിൽ നിൽക്കുന്ന ഒരു കാലമാണ്. ഇവിടെ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതോ ചെവി കൊണ്ട് കേൾക്കുന്നതോ ആയ കാര്യങ്ങൾ പോലും അതേപടി വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് നാം എല്ലാവരും കടന്നു പോകുന്നത്. പണ്ടൊക്കെ ഒരു വീഡിയോ വ്യാജമാണെന്ന് തിരിച്ചറിയാൻ വളരെയധികം എളുപ്പമായിരുന്നു. എഡിറ്റിങ്ങിലെ പിഴവുകളോ അല്ലെങ്കിൽ മോശം ക്വാളിറ്റിയോ ഒക്കെ കണ്ടുകൊണ്ട് നമ്മളത് വ്യാജമാണെന്ന് കണ്ടുപിടിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് കാലം മാറി.
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് AI നമ്മുടെ വിരൽത്തുമ്പിൽ എത്തിയതോടുകൂടി വ്യാജന്മാർക്കൊക്കെ ഇത്തരം കാര്യങ്ങൾ എളുപ്പമായി മാറി. നോക്കൂ, ഇതാദ്യമായിട്ടൊന്നുമല്ല. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ഇസ്ലാമിൻ്റെ പേരിൽ ഒരുപാട് വ്യാജ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പലപ്പോഴായി പ്രചരിച്ചിട്ടുണ്ട്. ഒരു മരത്തിൻ്റെ കൊമ്പ് അള്ളാഹു എന്ന് എഴുതിയതുപോലെ വളഞ്ഞു നിൽക്കുന്നു. ഒരു മീനിൻ്റെ ദേഹത്ത് അള്ളാഹു എന്നോ അല്ലെങ്കിൽ പ്രവാചകൻ്റെ പേരെന്നോ എഴുതിയിരിക്കുന്നു. ആകാശത്ത് മേഘങ്ങളിൽ പല അത്ഭുതങ്ങളിങ്ങനെ കാണാൻ കഴിയുന്നു. അല്ലെങ്കിൽ ഏതോ ഒരു നാട്ടിൽ ഒരു കുട്ടി ജനിച്ചപ്പോൾ ആ കുട്ടിയുടെ ശരീരത്തിൽ ഖുർആൻ സൂക്തങ്ങളൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നിരിക്കുന്നു. ഇങ്ങനെയുള്ള ധാരാളം വീഡിയോസുകൾ ഇസ്ലാമിൻ്റെ പേരിൽ, അത്ഭുതങ്ങൾ എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അത് കാണുമ്പോൾ വലിയ ആവേശത്തോടു കൂടി സുബ്ഹാനല്ലാഹ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരിലേക്ക് പല ആളുകളും ഷെയർ ചെയ്യുകയാണ്. ഈ പ്രപഞ്ചം തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നത്. സൂര്യൻ കൃത്യസമയത്ത് ഉദിക്കുന്നു, ചന്ദ്രൻ അതിൻ്റെ ഭ്രമണപഥത്തിൽ ചലിക്കുന്നു, മഴ പെയ്യുന്നു, ഭൂമിയിൽ സസ്യങ്ങളൊക്കെ ഇങ്ങനെ മുളച്ചു പൊന്തുന്നു. അള്ളാഹുവിൻ്റെ ഈ സൃഷ്ടിപ്പുകളെക്കാൾ വലിയ എന്ത് അത്ഭുതമാണ് നമുക്ക് വേണ്ടത്? ഒരു മീനിൻ്റെ പുറത്തോ മരത്തിൻ്റെ കൊമ്പിലോ അള്ളാഹുവിൻ്റെ പേര് എഴുതി കാണിച്ചാലേ അള്ളാഹുവിലുള്ള വിശ്വാസം കൂടൂ എന്ന് വിചാരിക്കുന്നത് ഈമാനിൻ്റെ ബലഹീനതയാണ്. നോക്കൂ, ഇസ്ലാമിക അധ്യാപനങ്ങൾ അനുസരിച്ച് കേട്ടുകേൾവികൾ എല്ലാം സത്യമാണെന്ന് കരുതി അത് പ്രചരിപ്പിക്കുന്നത് വലിയ തെറ്റാണ്. അതുകൊണ്ട് ഒരു വീഡിയോ കാണുന്ന സമയത്ത് അത് ഒറിജിനലാണോ വ്യാജമാണോ എന്ന് തിരിച്ചറിയാതെ അല്ലെങ്കിൽ ഉറപ്പുവരുത്താതെ അത് ഷെയർ ചെയ്യുന്നത് വഴി നമ്മളും ആ കളവിൻ്റെ ഭാഗമാവുകയാണ് ചെയ്യുന്നത്. ഇത്തരം വ്യാജ വീഡിയോകൾ അത്ഭുതമെന്ന രീതിയിൽ പ്രചരിപ്പിക്കുമ്പോൾ യുക്തിവാദികളും ഇസ്ലാമിക വിരുദ്ധരുമായ ആളുകൾ ഇതിൻ്റെ സത്യാവസ്ഥ, അതായത് ഇത് CGI കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഉപയോഗിച്ച് ചെയ്ത വീഡിയോ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തെളിവ് സഹിതം അത് പുറത്തു കൊണ്ടുവരും. അപ്പോൾ നാണക്കേടുണ്ടാകുന്നത് ആർക്കാണ്? വിശ്വാസികളായ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് തന്നെയാണ്. മുസ്ലിമീങ്ങൾ എന്തു കള്ളത്തരവും വിശ്വസിക്കുന്നവരാണ് എന്ന് പരിഹസിക്കാൻ നമ്മൾ തന്നെ അവർക്ക് അവസരമുണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയെങ്കിലും ഇത്തരം വീഡിയോകൾ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ ദയവായി അത് കണ്ണടച്ച് ഷെയർ ചെയ്യരുത്. ഒരു വീഡിയോ കണ്ട ഉടനെ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഷെയർ ബട്ടൺ അമർത്തരുത്. നിങ്ങൾക്കറിയാം, ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് സുനിത വില്യംസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നൊരു വ്യാജമായ ഒരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു. അന്നത് പല ആളുകളും വിശ്വസിച്ചു എന്നുള്ളതാണ്. പിന്നീട് അതിൻ്റെ ഉറവിടം പരിശോധിക്കുന്ന സമയത്താണ് അത് ഇസ്ലാമിനെ അവഹേളിക്കാൻ വേണ്ടി ഏതോ ഒരു ഇസ്ലാമിക വിരോധി പടച്ചുവിട്ടതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചത്. നമുക്കൊരു സംഭവത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ അതിൻ്റെ ഉറവിടം പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ഫാക്ട് ചെക്ക് ചെയ്യുക. ഗൂഗിളിലോ യൂട്യൂബിലോ ഇത്തരം വീഡിയോകളൊന്ന് തിരഞ്ഞു നോക്കിയാൽ അതിൻ്റെ സത്യാവസ്ഥ പറയുന്ന ഫാക്ട് ചെക്ക് ലേഖനങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നാം സ്വന്തമായി ഒരു കള്ളം കെട്ടിച്ചമച്ചുണ്ടാക്കിയില്ലെങ്കിലും കേട്ടുകേൾവികൾ പരിശോധന കൂടാതെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചാൽ തന്നെ നമ്മെ കള്ളൻ അഥവാ അസത്യവാദി എന്നാണ് അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ വിചാരിക്കുന്നത് ഞാനിത് ഉണ്ടാക്കിയതല്ലല്ലോ, മറ്റാരോ അയച്ചു തന്നത് ഫോർവേഡ് ചെയ്തതല്ലേ എന്നാണ്. എന്നാൽ ഇസ്ലാമിക പ്രമാണമനുസരിച്ച് വ്യാജ വാർത്ത നിർമ്മിക്കുന്നവനും അത് ആലോചനയില്ലാതെ ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്നവനും ആ തിന്മയുടെ പങ്കാളികളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാതെ പോകരുത്.